നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പശുവിനെ പുലി ആക്രമിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തി. വേർപാടുകളുടെ ഓർമ്മകൾ വികാര തീവ്രമായി പെയ്തിറങ്ങിയ അവിസ്മരണീയ മുഹൂർത്തത്തെ സാക്ഷിയാക്കി കൊടുങ്ങല്ലൂരിന് വീണ്ടും ഒരു ഭാസ്കര സന്ധ്യ. ചന്ദ്രാപിന്നിയിൽ ലേബർ ക്യാമ്പിൽ നിന്നുള്ള മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പശുവിനെ പുലി ആക്രമിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ പ്ലാന്റേഷനിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പുലി പശുവുമായി മരത്തിലിരിക്കുന്നത് കണ്ടത്. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ 1-ാം ബ്ലോക്കിൽ കശുമാവിൻ തോട്ടത്തിലാണ് സംഭവം. 1-ാം ബ്ലോക്കിലെ പള്ളിയുടെ പുറകിലുള്ള തോട്ടത്തിലെ മരത്തിന്റെ മുകളിലാണ് പശുക്കിടാവിന്റെ ജഡം കണ്ടെത്തിയത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 6:15-6:30 ഞങ്ങളിവിടെ ഓഫീസിൽ മസ്റ്റ് പറഞ്ഞ് ജോലി സ്ഥലത്തേക്ക് കയറി പോയതാണ്. അപ്പോൾ മുകളിലേക്ക് കയറി ചെല്ലുന്ന വഴി എന്തോ ഒരു മുരട്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ മരത്തമ്മ പുലി ഇരിക്കുന്നതുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒച്ചയെടുത്ത് കഴിഞ്ഞപ്പോൾ പുലി ചാടി ഇറങ്ങി ഓടിപ്പോൾ. അപ്പോൾ എന്താ അങ്ങനെ ഇരിക്കുന്നത് നോക്കി കഴിയുമ്പോൾ പശുക്കുട്ടീനെ അവിടെ പിടിച്ച് വെച്ചേക്കുന്നതായിട്ട് കണ്ടേ. ഇവിടെ സ്ഥിരം പുലിയുടെ ആനയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ഒരു വിധത്തിലും ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ. ആനയുണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നീതിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക്. രാവിലെ പ്ലാന്റേഷനിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മരത്തിന് മുകളിൽ പശുക്കിടാവിനെ കടിച്ചു പിടിച്ചിരിക്കുന്ന പുലിയെ കണ്ടത്. തൊഴിലാളികൾ ഒച്ചവെച്ചതേ തുടർന്ന് പുലി മരത്തിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. പ്രദേശവാസിയും വയോധികയുമായ കാർത്തുവിന്റെ 3 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത്. ഇന്നലെ ഉച്ച മുതലാണ് പശുക്കിടാവിനെ കാണാതായതെന്ന് വയോധിക പറഞ്ഞു. പശുവും കുട്ടിയും കൂടി പൊക്കത്തേക്ക് കയറി പോന്നു കഴിഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ പശു തിരിച്ച് ഓടി വന്നു. അപ്പോൾ ഞാൻ പശു കരഞ്ഞുകൊണ്ട് നടക്കണപ്പോൾ ഞാൻ കയറി വന്ന് നോക്കി, കുറേ സ്ഥലമൊക്കെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ തിരിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഇവിടെ പിടിക്കാറുണ്ടായില്ല പേരിൽ. എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ തൊഴിലാളികൾ കാട് വെട്ടാൻ കശുമാവ് ഏരിയയിൽ വന്നപ്പോഴാണ് ഇതിനെ കണ്ടിട്ട് ഇവര് എന്നെ വിളിച്ച് പറഞ്ഞത്. അതിനാണ് ഞാൻ വന്നത് ഇപ്പം കാണാനായിട്ട്. 1 മാസം കഴിഞ്ഞുണ്ടാവും. പ്രദേശത്ത് കാട്ടാനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. വേർപാടുകളുടെ ഓർമ്മകൾ വികാര തീവ്രമായി പെയ്തിറങ്ങിയ അവിസ്മരണീയ മുഹൂർത്തത്തെ സാക്ഷിയാക്കി കൊടുങ്ങല്ലൂരിന് വീണ്ടും ഒരു ഭാസ്കര സന്ധ്യ. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഭാസ്കരൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി തിരക്കഥാകൃത്ത് ജോൺ പോളിന് സമ്മാനിച്ചപ്പോൾ അത് കൊടുങ്ങല്ലൂരിന്റെ ഹൃദയാഞ്ജലിയായി മാറി. പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. മലയാളത്തിന്റെ ബഹുമുഖ പ്രതിഭാശാലി ഭാസ്കരൻ മാഷുടെ വിയോഗത്തിന്റെ 16-ാം വർഷം നടന്ന സ്മരണയിൽ കഴിഞ്ഞ 13 വർഷവും അധ്യക്ഷപദം അലങ്കരിച്ച ജോൺ പോളിന്റെ അഭാവമായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത്. ഒരിക്കൽ ഭാസ്കര സന്ധ്യയിൽ സാന്നിധ്യമായിരുന്ന ഭാസ്കരൻ മാഷുടെ ഭാര്യ ഇന്ദിര, വയലാറിന്റെ മകൾ സിന്ധു, ഭാസ്കര സന്ധ്യയോട് ചേർന്ന് നിന്നിരുന്ന EB ഫൈസൽ, നവാസ് അലി തുടങ്ങിയവരുടെ വേർപാടും ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ പങ്കുവച്ചതും വേദിയിലും സദസ്സിലും ഒരുപോലെ നോവായി. കോവിഡ് കാലം അപഹരിച്ച 2 വർഷങ്ങൾക്കു ശേഷം കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക രംഗത്തിന് വൈകാരിക നിമിഷങ്ങൾ സമ്മാനിച്ച ഭാസ്കര സന്ധ്യയ്ക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ സ്മരണ കുടികൊള്ളുന്ന ചത്വരമാണ് വേദിയായതും. അനുസ്മരണ സമ്മേളനത്തിൽ സംവിധായകൻ കമൽ അധ്യക്ഷത വഹിച്ചു. നമ്മളൊക്കെ വേദിയിലാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്നത്, ഈ സദസ്സിലിരിക്കുന്നവരൊക്കെ കാതോർക്കുന്നത്, ഒരു പക്ഷേ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദം, വാക്കുകളുടെ ആ മാധുര്യം ഒക്കെ തന്നെയാണ് നമ്മുടെ കാതുകളിൽ ഇന്നും നിൽക്കുന്നത്. ആ ജോൺ പോൾ ഇല്ലാത്ത ആദ്യത്തെ ഭാസ്കര സന്ധ്യ, ജോൺ പോളിനല്ലാതെ ഈ ഭാസ്കര മാഷുടെ പേരിലുള്ള പുരസ്കാരം വേറെ ആർക്കാണ് നൽകുക? അതിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ അധ്യക്ഷനായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആത്മാവ് അല്ലെങ്കിൽ എല്ലാമായിരുന്നത് കൊണ്ട് തന്നെ
അതിൻ്റെ ഒരു അനൗചിത്യം കാരണമായിരിക്കും തീർച്ചയായിട്ടും ഭാസ്കരൻ ഫൗണ്ടേഷൻ ജീവിതകാലത്ത് ജോൺ പോളിനെ പരിഗണിക്കാതിരുന്നത്. ഭാസ്കരൻ മാഷ് ഈ നാട്ടുകാർക്ക് ഈ തലമുറയിൽ എത്ര പേർക്ക് ഇവിടെ നേരിട്ട് കണ്ട് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മാഷുടെ അവസാന കാലത്തൊന്നും ഇവിടെ ജീവിച്ചിട്ടില്ല. മാഷ് തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മാഷ് കാണുന്നതും കൊടുങ്ങല്ലൂരിൽ വെച്ചല്ലേ. എൻ്റെയൊക്കെ അഭിമാനമാണ്, കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്, അഹങ്കാരമാണ് ഭാസ്കരൻ മാഷ് നമുക്കറിയാം. പക്ഷേ ഞാൻ മാഷ് ആദ്യമായിട്ട് കാണുന്നത് മദ്രാസിൽ വെച്ചാണ്. മദിരാശിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ഞാൻ ആദ്യമായി സിനിമയിൽ പ്രവർത്തിക്കാനായിട്ട് മദ്രാസിൽ ചെന്ന സമയത്ത് മാഷുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച്, മാഷ് അന്ന് വളരെ തിരക്കുള്ള നിർമ്മാതാവും സംവിധായകനാണ്. സംവിധാനത്തിൽ നിന്ന് കുറച്ച് മാറി സിനിമകളൊക്കെ എടുക്കുന്ന, എനിക്ക് തോന്നുന്നു ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ആ സിനിമ എടുക്കുന്ന സമയത്താണ് മാഷെ ഞാൻ ആദ്യം കാണുന്നത്. കൊടുങ്ങല്ലൂർക്കാരനാണെന്ന് പറഞ്ഞു. കൊടുങ്ങല്ലൂർക്കാരനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ എന്നെ വിളിച്ചാൽ വാന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കും എന്ന് പറഞ്ഞ് ഇരുത്തി സംസാരിച്ചതിന് ശേഷമാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാഷ് ഒരുപാട് നേരം എന്നോട് സംസാരിച്ചതിന് ശേഷമാണ് എന്തിനു വന്നു എന്ന് ചോദിക്കുന്നത്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കൊടുങ്ങല്ലൂരിന്റെ അഹങ്കാരവും അഭിമാനവുമായ പി ഭാസ്കരൻ മാഷുടെ ഗാനങ്ങളും സിനിമകളും നിലനിൽക്കുമെന്ന് കമൽ പറഞ്ഞു. ശ്രീകുമാരൻ തമ്പി ഭാസ്കരൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ജോൺ പോളിന്റെ പത്നി ഐഷ എലിസബത്ത് ജോണിന് സമ്മാനിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇത്തവണത്തെ പുരസ്കാരം ജോൺ പോളിന് നൽകാനുള്ള തീരുമാനം അദ്ദേഹം പി ഭാസ്കരൻ ഫൗണ്ടേഷനും കൊടുങ്ങല്ലൂരിലെ സാംസ്കാരിക മേഖലയ്ക്കും നൽകിയ സംഭാവനകൾക്കുള്ള നന്ദിയാണെന്നും അത് എനിക്ക് നൽകാൻ ഇടവന്നത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഒരു ഗുരു ആരാണ് എന്നെ പഠിപ്പിച്ചത് പി ഭാസ്കരനാണ്. ഈ കൊടുങ്ങല്ലൂർ ദേവിയുടെ മുമ്പിൽ വെച്ചൊരു സത്യം പറയട്ടെ, എന്നും ഒരു ശിഷ്യനായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തോടൊപ്പം പിന്നാലെ സഞ്ചരിച്ചു. സമയമാം നദി പുറകോട്ടൊഴുകി സ്മരണതൻ പൂവണി താഴ്വരയിൽ സംഭവമലരുകൾ വിരിഞ്ഞു വീണ്ടും. ഇത് പി ഭാസ്കർ മാഷയുടെ ഒരു പാട്ടിലെ വരികളാണ്. നദി ഒരിക്കലും പുറകോട്ടൊഴുകുകയില്ല. നദിക്ക് മുന്നോട്ട് മാത്രമേ ഒഴുകാൻ പറ്റുള്ളൂ. നദി പുറപ്പെടുമ്പോൾ, പർവ്വതത്തിൽ നിന്ന് നദി പുറപ്പെടുമ്പോൾ എവിടെ ചെന്ന് ചേരുമെന്നും അതിനറിയില്ല. അങ്ങനെ നദി പുറപ്പെടുന്നത്. അപ്പോൾ നദി എപ്പോഴും മുന്നോട്ടാണ്. പക്ഷെ പിറകോട്ട് പോകുന്ന ഒരേ ഒരു നദി എന്താണ്? സ്മരണകളുടെ, ഓർമ്മകളുടെ നദിയാണ്. അതാണ് സമയമാം നദി പുറകോട്ട് ഒഴുകി സ്മരണതൻ പൂവണിത്താഴ്വരയിൽ. സ്മരണകളാകുന്ന പൂവണിത്താഴ്വരയിലൂടെ പുറകോട്ടൊഴുകുന്ന നദിയാണ്. അത് സമയം എപ്പോഴും നമ്മുടെ ഓർമ്മകളിലൂടെ. സമയത്തിന് പുറകോട്ട് പോകാൻ പറ്റില്ല, പക്ഷേ ഓർമ്മകൾ സമയത്തെ പുറകോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ഓരോ വരിയിലും വലിയ വലിയ ഭാവങ്ങൾ നിറച്ചു വെച്ച മഹാകവിയാണ് പി ഭാസ്കർ. ഇന്നും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അർഹിക്കുന്നൊന്നും കൊടുത്തിട്ടില്ല. അതിലൊരു ശിഷ്യ എന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ പി ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയാള ഗാനങ്ങളുടെ പിതാവാണ് പി ഭാസ്കരൻ മാഷ് എന്ന ആലങ്കോട് വിശേഷിപ്പിച്ചു. പത്മശ്രീ പോലുള്ള അംഗീകാരങ്ങൾ നൽകിയില്ലെങ്കിലും മാഷുടെ പാട്ടുകൾ ജനങ്ങൾ മറക്കില്ലെന്ന് ആലങ്കോട് പറഞ്ഞു. കേരളീയ സാമൂഹ്യ ചരിത്രത്തിലെ നിർണായകമായ നാഴികക്കല്ലുകളൊക്കെ തുടങ്ങി വെച്ച ആളാണ്. മലയാള ഗാനങ്ങളുടെ പിതാവ് എന്നൊരാളെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് ഭാസ്കരൻ മാഷാണ്. തമ്പി സാർ ഇരിക്കുമ്പോൾ ഞാൻ മറ്റൊട്ടും കുറച്ചല്ല പറയുന്നത്. പക്ഷേ എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിക്കുമ്പോൾ തന്നെ പൂന്താനവും അതിനു മുമ്പ് ചെറുശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും ഭാഷാപിതാവ് എന്ന സ്ഥാനം കൊടുക്കാൻ എഴുത്തച്ഛൻ ആണുണ്ടായത് എന്നതുപോലെ മലയാള ഗാനരചനയുടെ ഗാനങ്ങളുടെ പിതാവ് ഭാസ്കരൻ മാഷാണ്. മലയാളികൾ മുഴുവൻ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പാടിയ ഒരേ ഒരു മാപ്പിളപ്പാട്ടാണ് വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ് അല്ലേ? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ അതുവരെ പ്രണയഭംഗം വന്നാൽ കയ്യിലും കുത്തി നടക്കുന്നൊരു ഏർപ്പാടുണ്ടെന്ന് മലയാള സാഹിത്യം മനസ്സിലാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. ഇങ്ങനെ ഒരു ഉപമ കാളിദാസന് പോലും സങ്കല്പിക്കാൻ പറ്റില്ല.
വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. ആ പ്രേമമൊക്കെ നാട്ടുപുറത്തെ പ്രേമമാണ്. അതിലെല്ലാ കാര്യങ്ങളും അതിൽ E.T. ടൈസൺ MLA, KR ജൈത്രൻ, ബക്കർ മേത്തല, ബേബി റാം, CC വിപിൻ ചന്ദ്രൻ, CS തിലകൻ എന്നിവർ സംസാരിച്ചു. ഭാസ്കരൻ മാഷുടെ മകൻ രാജീവ് ഭാസ്കരനും ജോൺ പോളിന്റെ മകൾ ജിഷയും പങ്കെടുത്തു. പിന്നണി ഗായകൻ ഉണ്ണി മേനോൻ നയിച്ച ഭാസ്കരൻ മാഷുടെ പാട്ടുകൾ കോർത്തിണക്കിയ ഗാനമേളയും ഭാസ്കരൻ സന്ധ്യയെ ഹൃദ്യമാക്കി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. കളിവെള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ ഞാൻ മദരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ വിളിച്ചില്ലേ, ഇളവന്നൂർ മഠത്തിലെ ഇരക്കുയിലെ മാറിൽ കളഭക്കൊണ്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ചന്ദ്രാപിന്നിയിൽ ലേബർ ക്യാമ്പിൽ നിന്നുള്ള മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ചന്ദ്രാപിന്നി സെന്ററിന് കിഴക്ക് നമ്പ്രാട്ടി തോട്ടിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞുകിടക്കുന്നത്. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ജോലിക്കെത്തിയവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള മാലിന്യമാണ് തോട്ടിലേക്ക് ഒഴുകുന്നത്. 100ഓളം തൊഴിലാളികളാണ് ഈ ക്യാമ്പിൽ താമസിക്കുന്നത്. ഇവിടെ നിന്നുള്ള മനുഷ്യവിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങളാണ് തോട്ടിലേക്ക് തള്ളുന്നത്. കനത്ത വേനലിൽ വെള്ളമില്ലാതെ കിടന്നിരുന്ന തോട്ടിൽ ഇപ്പോൾ മാലിന്യവും അഴുക്കുവെള്ളവും നിറഞ്ഞു കിടക്കുകയാണ്. ഇതുമൂലം പരിസരവാസികൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുളവാക്കുന്നു. കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ദുർഗന്ധം മൂലം ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഇത് അടുത്തിരുത്തി പഞ്ചായത്തിൻ്റെ 12ാം വാർഡാണ്. ഹൈവേന്ന് ബറോഡ ബാങ്കിൻ്റെ കിഴക്കേ ഭാഗത്ത് നമ്പ്രാട്ടി തോട് എന്ന് പറഞ്ഞൊരു തോട് പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തഷ്ണാത്ത് ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ പറമ്പിൽ ഒരു 6-7 മാസമായിട്ട് ഇവിടെ റോഡ് പണിക്കെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടും താമസിപ്പിക്കുന്നുണ്ട്. അവരുടെ ഉപയോഗിക്കുന്ന മാലിന്യം, കക്കൂസ വേസ്റ്റ്, പാത്രം കഴുകുന്നത് എല്ലാം ഈ തോട്ടിലേക്ക് ഒഴുകിയിട്ട് ഇവിടുത്തെ പരിസരവാസികൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്തിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽത്തിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല. എൻ്റെ പേര് ഗംഗാധരൻ, ഞാൻ ഇതിൻ്റെ പടിഞ്ഞാറയിൽ താമസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വീടാണിത്. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റാണ്ട് ഇത് ഇവിടെ സ്ഥാപിച്ചിരുന്ന ചാമ്പുവയ്പ്പ് വരെ മാറ്റി കുത്തേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ വലിയ വെയിറ്റ് കൊണ്ടിട്ടിട്ട് പരിസരവാസികൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നാട്ടുകാർ. മനുഷ്യന് ജീവിക്കണ്ടേ? ജീവിക്കാൻ ഈ നമ്മുടെ പരിതസ്ഥിതിയിൽ കംപ്ലീറ്റ് നാറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വരെ ഇതിൻ്റെ നാറ്റങ്ങളും അഴുക്കളും പുഴുകളൊക്കെയാണ്.
ഈ റോഡ്. ഇന്ന് വരെയും ഈ സമയത്ത് ഈ തോട്ടിൽ ഒരു തുള്ളി വെള്ളമില്ലാത്തതാണ്. ഇപ്പോൾ ഒരു അടിക്ക് വെള്ളവും ചെളിയും സോപ്പും. ഇവർ വന്നതിന് ശേഷം, ഈ ഹൈവേലത്തെ ലേബേഴ്സ് വന്നതിന് ശേഷം അവരെ കച്ചറ കൊണ്ടിട്ടില്ലോ എന്തായിക്കോട്ടെ, നമുക്കിവിടെ ശ്രദ്ധിക്കാനൊരു പഞ്ചായത്തില്ല. ഒരു നിലയ്ക്കും ജനങ്ങളെ സഹായിക്കാനുള്ള ആളുകളും എന്ത് കംപ്ലൈൻറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഈ ജനങ്ങളെപ്പോഴും ഇതേപോലെ തന്നെ ഈ പരിസരം മാലിന്യങ്ങൾ ശ്വസിച്ച് ജീവിക്കുക. എൻ്റെ പട്ടി നായനെ വളർത്തുന്നുണ്ട്. 2 നായകൾ ഈ മതിലിൻ്റെ അവിടേക്ക് ഇപ്പോൾ വരാണ്ടായി. അത്രയ്ക്കും ഇതാണ്. ഇവിടെ അധികാരികൾ ഇവിടെ വന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നഗ്നമായ സത്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം കാണണം. ആരിടപെട്ടിട്ടായാലും, കളക്ടർ ഇടപെട്ടായാലും, ആരിടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം തന്ന് ഇവിടുത്തെ ഞങ്ങളെ ജനങ്ങളെ ഇത് കഴിക്കണം, സഹായിക്കണം. ഇതിൽ നിന്നൊരു പോംവഴി ഉണ്ടാക്കണം. ഇവിടുത്തെ മാലിന്യങ്ങൾ മാറ്റാൻ അവർക്കൊരു സോഴ്സ് ഉണ്ടാക്കി കൊടുക്കണം അധികൃതർ. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായ കലാഭവൻ മണി അരങ്ങൊഴിഞ്ഞിട്ട് 7 വർഷം. 2016 മാർച്ച് 6-നായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ അപ്രതീക്ഷിത വിയോഗം. മലയാളികൾ അത്രമേൽ നെഞ്ചേറ്റിയ കലാകാരൻ. പാട്ടും ചിരിയും നർമ്മവുമൊക്കെയായി അയാൾ ആളുകളിൽ കൂടിയിരുന്നു. എന്തേ മണി ഇത്ര വേഗം പോയിക്കളഞ്ഞതെന്ന ആരാധകർ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. വെള്ളിത്തിരയിലെ താരമായിരിക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യർക്കൊപ്പമായിരുന്നു മണി. അതുകൊണ്ടാണ് മണിയെ ഓർക്കുമ്പോൾ ഉച്ചത്തിലുള്ള പാട്ടുകളും ആ ചിരിയും എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളും മനസ്സിലേക്ക് ഓടി വരുന്നത്. ഇടവേള.